വെൽക്കം ടു ഈഗർ പി എസ് സി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂര്യ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ടോപ്പിക്കാണ്. IT ആക്ട് ആൻഡ് ഇറ്റ് സെക്ഷൻസ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സൈബർ ക്രൈംസിനെ കുറിച്ചൊരു ക്ലാസ് ഓൾറെഡി നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരത് കാണുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് IT ആക്ട് 2000 അതിൻ്റെ സെക്ഷൻസാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറയുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. IT ആക്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് സൈബർ ലോ എന്താണെന്ന് ആദ്യം പറയാം. സൈബർ ലോ എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ലീഗൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. നമ്മളിപ്പം ഇൻ്റർനെറ്റ് വഴിയുള്ള പല സൈബർ ക്രൈംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലീഗൽ ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന ഒരു ലോയാണ് സൈബർ ലോ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് ഇൻ്റർനെറ്റ് എന്നും പറയാം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലോ എന്നോ കമ്പ്യൂട്ടർ ലോ എന്നൊക്കെ പറയാം. ഇനി ഈ സൈബർ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ഏഷ്യൻ രാജ്യം സിംഗപ്പൂറാണ്. എന്നാൽ ആദ്യ സൗത്ത് ഏഷ്യൻ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇൻട്രൊഡ്യൂസ് സൈബർ ലോ സിംഗപ്പൂറാണ്. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി എടുത്ത് അത് ഇന്ത്യയാണ്. ഇനി ഇന്ത്യ തന്നെ ലോകത്തിലെ 12ാമത്തെ രാജ്യമാണ്. സൈബർ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 12ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ലോ ആണ് നമ്മുടെ പഠന വിഷയമായ IT ആക്ട്. അത് 2000 നിലവിൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് സൈബർ ലോ എന്ന് പറയുന്ന IT ആക്ട് 2000 ആണ്. ഇനി സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT ഇൻ. ഇൻ മീൻസ് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. CERT ഇൻ. അതിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അപ്പോൾ CERT ഇൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതാണ് നമ്മുടെ ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സ്ഥാപനം. 2004 നിലവിൽ വന്നത്. 2004 ഈ സ്ഥാപനം നിലവിൽ വന്നത്. നമ്മുടെ രാജ്യത്തെ എന്തെങ്കിലും അപകടകരമായ വെബ്സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ വെബ്സൈറ്റുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമുള്ള ഏജൻസിയാണ് CERT ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇത്രയും പോയിൻറ്റ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കണം. നമ്മൾ പറയുന്ന IT ആക്ട് 2000 കുറിച്ചാണ്. IT ആക്ട് 2000 ആ വർഷം തന്നെ ഓർക്കുക, 2000 നിലവിൽ വന്നത്. പാർലമെൻറ്റ് ആ ബില്ല് പാസ്സാക്കിയത് 2000 ജൂൺ 9 ജൂൺ 9, 2000 IT ആക്ടിൻ്റെ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത്. എന്നാൽ അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. അപ്പോൾ അത് ആ ഡേറ്റാണ് ഓർത്തിരിക്കേണ്ടത്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. ഇനി നിലവിൽ വന്ന സമയത്ത് IT ആക്ടിൽ 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂളുകൾ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. IT ആക്ട് 2000 ഒക്ടോബർ 17 നിലവിൽ വന്നത്. അത് നിലവിൽ വന്ന സമയത്ത് 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഈ IT ആക്ട് നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായണനാണ്. അന്നേരത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി, അന്നേരത്തെ IT മിനിസ്റ്റർ പ്രമോദ് മഹാജൻ. ഇതൊന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അന്നേരത്തെ IT മിനിസ്റ്റർ ആരായിരുന്നു. അന്നേരത്തെ IT മിനിസ്റ്റർ പ്രമോദ് മഹാജനായിരുന്നു. ഇനി ഈ IT ആക്ട് 2008 ഒന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഭേദഗതി ചെയ്ത സമയം 2008 ഡിസംബർ 23, 24 തീയതികളിലാണ് ഭേദഗതി ചെയ്തത്. അതായത് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും അവതരിപ്പിച്ച ഡേറ്റാണ് പറഞ്ഞേക്കുന്നത്. 2008 ഡിസംബർ 23, 24. അതാണ് പാർലമെൻറ്റ് സഭകൾ അംഗീകരിച്ച ദിവസം.
എന്നാൽ ഈ ഭേദഗതി നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2000 ഒക്ടോബർ 17 നമ്മുടെ IT ആക്ട് ആദ്യം നിലവിൽ വന്നത്. ഭേദഗതി ചെയ്ത എന്നാണ് 2009 ഒക്ടോബർ 27. ഇനി ഭേദഗതി ചെയ്തതിന് ശേഷം നമുക്ക് 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻസ്, 2 ഷെഡ്യൂളുകൾ. ഷെഡ്യൂൾ എന്നല്ല ശരിക്കും പറയാം, സ്കെഡ്യൂൾ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ചാപ്റ്റേഴ്സ് 14, 124 സെക്ഷൻസ്, 2 സ്കെഡ്യൂളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഭേദഗതി ചെയ്ത് വന്നതും ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സെക്ഷൻ 4 to 10. നമുക്ക് സാധാരണ ഇതിൽ എക്സാമുകളൊരു 60 മുതൽ 70 അങ്ങോട്ട് കീഴോട്ടുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യത്തെ സെക്ഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെക്ഷൻ 4 to 10 എന്ന് പറയുന്നത് ഗവേണൻസിനെ കുറിച്ചാണ്. ഗവേണൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ. സർക്കാരിൻ്റെ പദ്ധതികൾ, ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്ന സേവനങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 4 മുതൽ 10 വരെ ഉള്ളത് ഗവേണൻസിനെ സൂചിപ്പിക്കുന്നു. ഇനി സെക്ഷൻ 5 സൂചിപ്പിക്കുന്നത് ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നിയമപരമായി തിരിച്ചറിയുന്ന സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്? ഒരു ഇൻ്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന വ്യക്തികളെയോ ഉപകരണങ്ങളെയോ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫയൽസിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴത്തേക്കും നമ്മുടെ സിഗ്നേച്ചറൊക്കെ ചോദിക്കില്ലേ, അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് എന്ത് സർട്ടിഫിക്കറ്റ് തന്നാലും അതിനകത്ത് അത് സർട്ടിഫൈ ചെയ്യുന്ന അതോറിറ്റിയുടെ സിഗ്നേച്ചറോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫയൽസോ ഉണ്ടാവും. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അത് നിയമപരമായി അത് വാലിഡ് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മൊത്തം ആ ഡിജിറ്റൽ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സെക്ഷൻസാണ്. അതാണ് ഓർഡർ ഇല്ലാത്ത കേട്ടോ. സെക്ഷൻ 21 ലൈസൻസ് ടു ഇഷ്യൂ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്. അതായത് നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് തരാനായിട്ടൊരു ലൈസൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്ഷനാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 73 പെനാൽറ്റി ഫോർ പണിഷിങ് ഫാൾസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന പല സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള സിഗ്നേച്ചർ വാലിഡ് അല്ലെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കതിനൊരു പെനാൽറ്റി, ഒരു പണിഷ്മെൻ്റ് ഉണ്ടാവും. അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫോൾസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തും, അല്ലെങ്കിൽ ഇത് രണ്ടും. ഇതാണ് അതിന് കൊടുക്കുന്ന പെനാൽറ്റി. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 43, 44 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ സിസ്റ്റമോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ ഒക്കെ ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ അതിന് കേടുപാടുകൾ വരുത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടറിൻ്റെ ഒരു വലിയ സിസ്റ്റത്തിലോ ഒക്കെ ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡാമേജ് വരുത്തുന്നതിനെയാണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 43 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 44 എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസും കൊടുക്കുന്ന തെറ്റായിട്ടോ, അതായത് ഇപ്പോൾ CERT ഇന്നാണ് ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന സ്ഥാപനം. അപ്പോൾ അവർക്ക് അവരുടെ ഒഫീഷ്യൽസിന് എന്തെങ്കിലും തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം നമുക്കൊരു പണിഷബിളായിട്ടുള്ള ഒരു പെനാൽറ്റി ഉണ്ടാവും. അത് വേണ്ടിയിട്ടാണ് സെക്ഷൻ 44 ഡീൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 സെക്ഷൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ശ്രദ്ധിച്ച് പഠിച്ചോളുക. സെക്ഷൻ 17 ഉണ്ട്. അത് നമുക്ക് ഈ ഒഫീഷ്യൽസിനെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. നമ്മൾ ഈ ഭരണഘടനയുടെ പല വകുപ്പുകൾ പഠിക്കത്തില്ലേ, ഓരോന്ന്. ഇപ്പോൾ രാഷ്ട്രപതിനെ ഡീൽ ചെയ്ത് ഇന്ന വകുപ്പാണെന്ന് പഠിക്കത്തില്ല, അതുപോലെ തന്നെ IT ആക്ടിലുള്ള പല സെക്ഷൻസാണിത്. സെക്ഷൻ 17 ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കൺട്രോളർ ആൻഡ് അതർ
ഓഫീസേഴ്സ്. ഇനി 18 പറയുന്ന ഫങ്ഷൻ ഓഫ് കൺട്രോളേഴ്സ്, അതായത് അതിൻ്റെ ഉന്നതാധികാരി എന്തൊക്കെ ഫങ്ഷൻസ് നിർവഹിക്കണം, അവരുടെ കർത്തവ്യങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18. ഇനി സെക്ഷൻ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഓഫ് ഫോറിൻ സർട്ടിഫയിങ് അതോറിറ്റീസ്, അതായത് ഏതൊക്കെ അതോറിറ്റീസിന് ഇത് സർട്ടിഫൈ ചെയ്യാനുള്ള അവകാശമുണ്ട്, പുറത്തുനിന്നുള്ളവർക്ക് ആർക്കൊക്കെ. ഇപ്പം നമ്മൾ നിയമാനുസൃതമായ ഇപ്പോൾ ഡിഗ്രീസൊക്കെ എടുക്കുമ്പോൾ പറയത്തില്ലേ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഓരോ PSC ആണെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഡിഗ്രി സ്വായത്തമാക്കണമെന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടാവും. ആ അതോറിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 19 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. പറയുന്നത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന 2-3 സെക്ഷൻസാണ്. നമ്മൾ സൈബർ ക്രൈംസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസാണിത്, അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയത്. അതിൽ സെക്ഷൻ 65 ആണ് ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ഡോക്യുമെൻറ്റ്സ്, അതായത് ഒരു വെബ്സൈറ്റിലെ ശരിയായ രേഖ നീക്കം ചെയ്ത് തെറ്റായ രേഖ ഉൾപ്പെടുത്തുക, അതാണ് ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിലെ വിവരങ്ങൾ മാറ്റിയിട്ട് വേറെ വിവരങ്ങൾ വെക്കുക, അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി സെക്ഷൻ 66 എന്ന് പറയുന്നത് നമുക്കറിയാം ഹാക്കിംഗ്. സൈബർ ക്രൈമിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു ഹാക്കിങ്ങുമായിട്ട് ഡീൽ ചെയ്ത സെക്ഷൻ 66 ആണ്. അപ്പോൾ 66 വഴി ഹാക്കിംഗ് ചെയ്ത് ആളെ പിടികൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി സെക്ഷൻ 66A, അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്, അതായത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ മൊബൈൽ വഴിയോ ഏതെങ്കിലും ഇലക്ട്രോണിക് മീഡിയാസ് വഴി നമ്മൾ എന്തെങ്കിലും ഒഫെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും അപമാനപ്പെടുത്തുന്ന മെസ്സേജസ് അയച്ചാൽ കിട്ടുന്ന പണിഷ്മെൻറ്റുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നിലവിൽ ആ സെക്ഷൻ ഇല്ല, അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. റിമൂവ്ഡ് ഓൺ 24 മാർച്ച് 2015, അത് സുപ്രീം കോടതി വിധി പ്രകാരം മാർച്ച് 24, 2015 ഈ സെക്ഷൻ IT ആക്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. IT ആക്റ്റിൽ ഇപ്പോൾ നിലവിലില്ലാത്തതോ അല്ലെങ്കിൽ നീക്കം ചെയ്തോ ആയിട്ടുള്ള വകുപ്പ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. 66A ആണ്. അതായത് നമ്മൾ സമയമാണിപ്പോൾ ഒരാളെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് മെസ്സേജ് ഇട്ടാലും ഈ സെക്ഷൻ്റെ കീഴിൽ വരുമായിരുന്നു. ഇപ്പം നമ്മുടെ മൗലിക സ്വാതന്ത്ര്യത്തിന് എതിരായതുകൊണ്ടാണ് ആ സെക്ഷൻ നീക്കം ചെയ്ത്, അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത സെക്ഷൻ 66B ആണ് റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അതായത് മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അബദ്ധത്തിലാണെങ്കിൽ നമ്മൾ ഇതിൽ പെട്ടുപോകുന്ന കുറേ കേസുകളുണ്ടല്ലേ. എവിടെന്നെങ്കിലും മാസമായിട്ട് മോഷ്ടിച്ച കമ്പ്യൂട്ടർ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുന്നത് സെക്ഷൻ 66B വഴിയാണ്. അതിൻ്റെ ശിക്ഷ 3 വർഷം കഠിന തടവ് 1 ലക്ഷം രൂപ പിഴയുമാണ്, അല്ലെങ്കിൽ രണ്ടും അനുഭവിക്കണം. ഇനി അടുത്ത സെക്ഷൻ 66C ആണ്, അത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്, അതായത് വ്യക്തി വിവര മോഷണം എന്ന് പറയും. അതായത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒരാൾ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നതിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 66D, അത് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ കമ്പ്യൂട്ടർ, അതായത് ആൾമാറാട്ടം നടത്തുക, അതാണ് ഒറ്റവാക്കി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ വേറൊരാളാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 66D ഡീൽ ചെയ്യുന്നത്, അതൊന്ന് ഓർത്തിരിക്കണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 66E വയലേഷൻ ഓഫ് പ്രൈവസി, സെക്ഷൻ 66F സൈബർ ടെററിസം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൈബർ ക്രൈംസ് പറഞ്ഞതാണ്. 66E എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വകുപ്പ് പ്രകാരം അയാൾ കേസെടുക്കാൻ സാധിക്കും.
3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഈ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായൊരു തെറ്റാണ് അല്ലേ. ടെററിസം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടിയോ എന്തെങ്കിലും ഇലക്ട്രോണിക് മീൻസിൽ ചെയ്യുമ്പോഴാണ് അത് സൈബർ ടെററിസം ആവുന്നത്. അത് ചെയ്ത് ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ അയാൾക്ക് ആജീവനാന്ത തടവ് വിധിക്കുന്നതായിരിക്കും. ഇനി 67 സെക്ഷൻ എന്ന് പറയുന്നത് പബ്ലിഷിംഗ് റോങ് ഇൻഫർമേഷൻ, തെറ്റായ ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് 67 ഡീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ അടുത്ത 2 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ ക്രൈംസിൽ പോണോഗ്രഫിയുടെ കാര്യം. അപ്പം 67A-യും 67B-യുമാണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ്. ഓർത്തിരിക്കുക, 67A ആണ് പോണോഗ്രഫി അല്ലെങ്കിൽ അഡൾട്ട് പോണോഗ്രഫി എന്ന് നമുക്ക് വേണേൽ പറയാം. വലിയ ആൾക്കാരുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും എന്നിവ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുറ്റമാണ് പോണോഗ്രഫി എന്ന് പറയുന്നത്. അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് 67A. A ഫോർ അഡൾട്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അതിൻ്റെ അടുത്ത സെക്ഷൻ 67B എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന കുറ്റമാണ്. അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് 67B എന്ന് പറയുന്നത്. ഇത്രയും സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സൈബർ ലോ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ IT ആക്ടിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ അമെൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആ ടോപ്പിക്ക് പഠിക്കുക. താങ്ക് യു.